മനുഷ്യന്റെ കണ്ണുകളെത്താത്ത, നിയമങ്ങൾ തോറ്റുപോകുന്ന ഒരു അതിർത്തിയുണ്ട് വയനാടൻ കാടുകളുടെ അഗാധതയിൽ. അവിടെ അധികാരത്തിന്റെ അഹങ്കാരവുമായി ചിലർ ഇറങ്ങിത്തിരിച്ചപ്പോൾ കാടിന്റെ നിയമം പുസ്തകത്തിലല്ല, തങ്ങളുടെ കൈവെള്ളയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് കരുതിയ ചിലർ. നിയമം പുസ്തകത്തിൽ എഴുതി വെച്ചവർക്ക് അറിയാത്ത ഒരു ചോരച്ചൂടുണ്ട് ഈ മണ്ണിൽ. ഇരയെ തേടി ഇറങ്ങിയ വന്യമൃഗങ്ങളെപ്പോലും ഭയപ്പെടുത്തുന്ന ഒരാൾ. പക്ഷേ ഈ കാടിന് ഒരു ഉടമസ്ഥനുണ്ട്. അവന്റെ മുൻപിൽ നിയമങ്ങളില്ല, നിയമവ്യവസ്ഥകളില്ല. ചോരയ്ക്ക് ചോര കൊണ്ട് കണക്ക് പറയാൻ കൂട്ടിന് വിശ്വസ്തനായ ഒരാളുണ്ട്. നിഴലുകളെപ്പോലും ഭയക്കേണ്ട കാടിന്റെ ഭീകരത. അവിടെ ഒരൊറ്റ നിയമം മാത്രമേ ഉള്ളൂ. ഇത് വേട്ടയാടപ്പെടാൻ വന്നവന്റെ കഥയല്ല, കാടിന്റെ നിയമം തിരുത്തി എഴുതിയവന്റെ കഥ. പക്ഷേ അവർ മറന്നുപോയ ഒന്നുണ്ട്. ചോര മണക്കുന്ന ഈ മണ്ണിൽ നിയമം നടപ്പാക്കാൻ വേറെ ചിലർ കാത്തിരിപ്പുണ്ടെന്ന്. കാട്ടുതീ പടരും പോലെ വന്ന് ശത്രുക്കളെ കടപുഴക്കിയെറിയുന്ന ഒരുവൻ, കാടിന്റെ മർമ്മമറിയുന്നവൻ. കാട്ടിലെ നിയമം മാറ്റിയെഴുതിയവർക്ക് ഒരു ചരിത്രമുണ്ട്. ഇത് അവരുടെ പോരാട്ടമാണ്. വേട്ടക്കാരുടെയും ഇരകളുടെയും കഥ ഇവിടെ തീരുന്നില്ല. ഈ വനത്തിന്റെ ആഴങ്ങളിലേക്ക് അയാൾ കാലെടുത്തു വെച്ചത് സ്വന്തം നാശത്തിലേക്കുള്ള ആദ്യത്തെ ചുവടായിരുന്നു.